ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഉപ്പാൻ്റെ ഒരു ഷവർമ്മയുടെ റെസിപ്പി ആട്ടോ. എൻ്റെ ഇപ്പോൾ 20 വർഷമായിട്ട് ഷവർമ്മ മേക്കിംഗ് ആട്ടോ പണി അസാഫിലാണ്. അപ്പോൾ ഉപ്പ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് ഉപ്പാൻ്റെ ഷവർമ്മ കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടുന്ന് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉപ്പൊന്ന് തയ്യാറാക്കി തന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അത് നമുക്ക് തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചിക്കനാണ് വേണ്ടത്. ഒട്ടും തന്നെ കട്ടിയില്ലാതെ ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഗ്രില്ലായിട്ട് കിട്ടും ചെയ്യും. അതുപോലെ മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇനി നമുക്കിതൊന്ന് മസാല പിടിപ്പിക്കാനായിട്ട് ഒന്ന് കഴുകിയെടുത്തതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒരു കൈക്കണക്കിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലെമൺ സാൾട്ട് ഉണ്ടെങ്കിൽ അതാ ചേർത്ത് കൊടുക്കണ്ടേ. ഉപ്പ് അവിടെ കയ്യിലില്ലാത്തത് കൊണ്ട് നാരങ്ങ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഷവർമ്മ മസാലയാണ്. ഞാനിത് ഉപ്പ് വന്നപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടോ. നമ്മുടെ ഇവിടെ ഷോപ്പുകളിലൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട മസാല മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈരാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നിങ്ങളെ കയ്യിൽ കട്ട തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. ഇത് കുറച്ച് ചേർത്തപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. ഉപ്പ് പറയുന്നുണ്ട് അവിടെ ചേർക്കൽ കട്ട തൈരാണെന്ന്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയുടെ 1/2 ഭാഗവും ഒരു തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗർ കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത പേസ്റ്റ് നേരത്തെ തയ്യാറാക്കിയ ചിക്കനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഇതുപോലെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടാൻ. ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. നാളെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പ് പോയതിന് ശേഷം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നമുക്ക്. ഇനി തൈന തയ്യാറാക്കാനായിട്ട് തൈനയുടെ പേസ്റ്റ് ഉപ്പ ജാംജൂമിൽ പോയിട്ട് മേടിച്ചതാണ് കേട്ടോ. അത് വിദേശത്ത് നിന്ന് കൊടുക്കുന്നതല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അതേ ബ്രാൻഡിൻ്റെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് തിക്കായി വരും. ഇതിലേക്ക് ചേർക്കുന്നത് ഐസ്ബർഗ് എന്ന് പറയും. അപ്പം അതാണ് പറഞ്ഞത്. ലെറ്റ്യൂസ് എന്നൊക്കെ പറയും. നമ്മൾ ബർഗറിലേക്ക് ചേർക്കുമ്പോൾ വെക്കുന്ന ആ സാധനം തന്നെയാണ്. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടുതൽ അറിയില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നൈസായിട്ട് കുറച്ച് ഇതിൽ നിന്ന് ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്യാബേജ് ചേർത്താലും മതി കേട്ടോ. ഉപ്പ് ഇവിടുന്ന് വാങ്ങിച്ച് തരികയാണെങ്കിലും അവരോട് പറയും കൂടുതൽ വെജിറ്റബിൾസ് ഇടണ്ട പറയും. വെറും ചിക്കൻ കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഉപ്പ് വാങ്ങിച്ചു തരാറ്. കൂടുതൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിടാൻ അയക്കാറില്ല. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുമ്പർ ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ ഉപ്പ് ഇതും തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ചിക്കൻ ഇവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് ഗ്രില്ല് ചെയ്തിട്ടില്ല. തിന്നായിട്ടുള്ള പീസായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്. പിന്നെ നമുക്ക് കുബൂസിലേക്ക് കുറച്ച് മയോണൈസ് തേച്ചതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തൈന ചേർത്ത് കൊടുക്കുക. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ അത് ചേർത്ത് കൊടുക്കണ്ട. അല്ലാത്തവർ അതൊന്നും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബട്ടർ പേപ്പറിൽ റോൾ ചെയ്തെടുക്കാം.
ഇനി കുറച്ചുകൂടി മയോണൈസ് കൂടുതൽ ചേർത്തിട്ടുണ്ട്. മോനായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. മക്കൾക്ക് കൂടുതൽ ഇഷ്ടമാണല്ലോ മയോണൈസ്. ഇനി നമുക്കിതൊന്ന് ബട്ടർ പേപ്പറിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ടൈമിൽ കെച്ചപ്പ് വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അറബിക് മസാല ഷവർമൻ്റെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേകം ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഷവർമൻ്റെ ടേസ്റ്റല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.